നമസ്കാരം SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് നമ്മുടെ മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. അത് കൂടാതെ തന്നെ കുറച്ച് H2H ടിപ്സും അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സിന്റെ സ്റ്റാറ്റ്സും എങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ള. ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ഇന്നത്തെ മത്സരം മെയ് 2 തീയതി കൃത്യം 7:30 നമ്മുടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അത് നമ്മുടെ രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നത് നമുക്ക് റീസെന്റ് ആയിട്ട് ഇവിടെ നടന്ന കുറച്ച് പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കുറച്ച് ഡീപ്പ് നോളജ് ഈ ഒരു പിച്ചിനെ പറ്റി നോക്കാം. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ടാറ്റ IPL ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ ആ ഒരു മാച്ചിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. റിസൾട്ട് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നടന്ന പെർഫോമൻസും അത് ആർക്ക് എത്ര റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു നോളജ് കിട്ടും. സോ റീസെൻ്റ് ആയിട്ട് നമ്മുടെ അതുപോലെ തന്നെ ഇരു ടീമിൻ്റെ പോയിന്റ് ടേബിൾ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ഓൾറെഡി ഒരു മത്സരം കൂടെ കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്വാളിഫൈ ആവുന്നതായിരിക്കും. 9 മത്സരങ്ങളിൽ നിന്ന് 8 മത്സരങ്ങളെ വിന്നായി ഒരെണ്ണം മാത്രമേ ലോസ് ആയിട്ടുള്ളൂ നമ്മുടെ രാജസ്ഥാൻ റോയൽസ്. അതുപോലെ തന്നെ നമ്മുടെ KKR ആണെങ്കിലും താഴെയാണ്. അതുപോലെ തന്നെ SRH 9 മത്സരത്തിൽ നിന്ന് 5 വിജയമാണ് SRHന് കേട്ടോ. സോ തീർച്ചയായിട്ടും SRH കയറി വരാനുള്ള പോസിബിലിറ്റീസ് വയ്യാണ്. കയറി വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വാളിഫൈ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ പിച്ച് റിപ്പോർട്ടായിരുന്നല്ലോ അല്ലേ. നമ്മുടെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ബാംഗ്ലൂരും അതുപോലെ തന്നെ സൺറൈസേഴ്സും തമ്മിൽ കളിച്ചൊരു മത്സരമാണ്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ ബാംഗ്ലൂരിനായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് നമ്മളെ വിരാട് കോഹ്ലി 51 റൺസ്, അതുപോലെ തന്നെ രാജിത് പഡിത 50 റൺസ്, ക്യാമറോൺ ഗ്രീൻ 37 റൺസ്, അങ്ങനെയൊക്കെയാണ് സ്കോർ നില വന്നത്. വിക്കറ്റ്സ് കൂടുതൽ എടുത്തത് നട്രാജനും പാറ്റ് കുമ്മിൻസും മായങ്ക് മാർക്കണ്ടയും അതുപോലെ തന്നെ ജയദേവ് ഉദനക്കണ്ടായിരുന്നു. 1 വിക്കറ്റ് സ്പിന്നറും 6 വിക്കറ്റ് ഫസ്റ്റ് ബോളറുമാണ് കേട്ടോ എടുത്തത്. സോ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു വിക്കറ്റ് സ്പിന്നറും ദെൻ 1, 2, 4 വിക്കറ്റ് സ്പിന്നേഴ്സും 8, 9, 10, 11 വിക്കറ്റ് 11 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 4 വിക്കറ്റ് സ്പിന്നറാണ് ഈ ഒരു പിച്ചിൽ. ആകെ വിക്കറ്റ് നിലയിൽ കൂടുതലും എടുത്തത് ഫാസ്റ്റ് ബോളേഴ്സാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിംഗ് കുറച്ച് ശോകം തന്നെയായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. സോ റീസെൻ്റ് നടന്ന വേറൊരു മത്സരം കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. ഐ തിങ്ക് ഈ അടുത്തൊന്നും നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്തുവാ അത്? നമ്മുടെ ചെന്നൈ വേഴ്സസ് SRH തമ്മിൽ കളന്ന ഒരു മത്സരമായിരുന്നു കേട്ടോ. ഇപ്പോൾ 5 തീയതിയൊക്കെ നടന്നത്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ റൺസ് ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് നമ്മുടെ CSKക്ക് ആയിരുന്നു. 165 റൺസിന് 5 വിക്കറ്റ് നഷ്ടത്തിൽ മിഡിൽ ഓർഡറിലായിട്ട് വന്ന 1 ഡൗൺ 2 ഡൗൺ അതിൻ്റെ ആൾക്കാരൊക്കെയാണ് റൺസ് സ്കോർ ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് കൂടുതൽ വിക്കറ്റ് ടോപ്പ് ഓർഡർ പോകാറുണ്ട്. സെക്കൻഡ് ഇന്നിങ്സും 1 ഡൗണും ടോപ്പ് ഓർഡറിലത്തെ ആൾക്കാരാണ് റൺസ് സ്കോർ ചെയ്തത്. സോ നമുക്ക് തീർച്ചയായിട്ടും ടോപ്പ് ഓർഡർ പ്ലസ് ടോപ്പ് ഓർഡറിന് 2 ആളുണ്ടെങ്കിൽ ഒരാളെ പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ 1 ഡൗണും 2 ഡൗണും ആൾക്കാരെയൊക്കെ തീർച്ചയായിട്ടും പിക്ക് ചെയ്യണം എന്നാണ് ഈ ഒരു പിച്ചിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിലും സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ 2 പേരുണ്ടാവില്ല. ഒരാളെ വിട്ടിട്ട് ഒരാളെ പിക്ക് ചെയ്തിട്ട് 1 ഡൗൺ 2 ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെയും പിന്നെ അതിന് ശേഷം വരുന്ന മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരൊക്കെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഇതുവരെ നമ്മുടെ SRH RR തമ്മിൽ 18 മത്സരമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. 9 പ്രാവശ്യം SRHും അതുപോലെ തന്നെ 9 പ്രാവശ്യം രാജസ്ഥാനും വിൻ ചെയ്തിട്ടുണ്ട്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് 162 റൺസാണ് ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ. ഫാസ്റ്റ് ബോളേഴ്സ് 553 വിക്കറ്റ്, സ്പിന്നേഴ്സ് 234 വിക്കറ്റ്സുമാണ് കേട്ടോ എടുത്തത്. 160 റൺസ് 180 റൺസ് മാക്സിമം ആവറേജ് റൺസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വെതർ റിപ്പോർട്ട് 37°C ആണ്. റെയിൻ പോസിബിലിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നടന്ന കുറച്ച് T20 മത്സരത്തിന്റെ അടിസ്ഥാനം നോക്കുമ്പോൾ 2 മത്സരമാണ് ഇതുവരെ കളിച്ചില്ല. ഫസ്റ്റ് ബോളിംഗ് ചെയ്ത ടീമാണ് 2 പ്രാവശ്യം വിൻ ചെയ്തുള്ള ഈ ഒരു സീസണിൽ. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 196, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 198 ആണ്. ഹയസ്റ്റ് സ്കോർ 209 റൺസാണ് കേട്ടോ. സോ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് 2-3 കിഡിലിൻ്റെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് കിഡിലെ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കിഡിൽ എന്ന് പറയാൻ കുറച്ച് കാര്യമുണ്ട്.
അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ള കുബേര ഫാന്റസി എന്ന് പറഞ്ഞ കിടിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം കോൺടെസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഡ്രീമിലുള്ള പോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകൾ, അതും എൻട്രി ഫീസ് വളരെ കുറവായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള 260 രൂപ. അതായത് നമ്മുടെ ഡ്രീമിലെയിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നതിന് വെറും 260 രൂപയ്ക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ് വരും. സോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കോൺടെസ്റ്റുകളെല്ലാം എൻട്രി ഫീസ് കുറവുണ്ട് കേട്ടോ. എല്ലായിടത്തും പറയാൻ വീഡിയോ ടൈമില്ല. സോ ഇതുകൂടെ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. നമ്മുടെ ലിങ്ക് വഴി കയറുന്ന വെച്ചാൽ നിങ്ങൾക്ക് 100 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് കുറച്ച് കളിക്കാനൊക്കെ പറ്റും. then ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കിഡിലനാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പ്ലേയേഴ്സിനെ കാണാൻ പറ്റും. ഗെയ്ക്വാഡ്, ദൂബെ, ബാരിസ്റ്റോ, സാംകറൻ, മിച്ചൽ. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവരെ പിക്ക് ചെയ്യാൻ. ഇപ്പം നമ്മുടെ ഓപ്പോണൻറ്റ് സാംകറനെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗെയ്ക്വാഡിനെ പിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. സോ നമ്മൾ പിക്ക് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുത്തതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമ്മളില്ല. അത്രയുള്ള സിമ്പിൾ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ വിഷൻ 11 ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും വിഷൻ 11 ആപ്ലിക്കേഷനും ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് തരം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കറൻ്റ്ലി അവൈലബിൾ ആണ്. ഡെയിലി ഗിവേഴ്സും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ചുമ്മാ ഒരു ടീമായിട്ടതാ ഇപ്പം നമുക്ക് ഇന്നത്തെ മാച്ച് എടുത്ത് നോക്കിയാലല്ലോ. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ ഞാനിപ്പോൾ 1 രൂപ കൂടെ കൊടുക്കാതെ ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ. എന്താ ഒരു ടീം ഞാൻ ചടപടയെന്ന് ക്രിയേറ്റ് ചെയ്യണം. ഒന്നും പ്രത്യേകിച്ച് നോക്കണമെന്നില്ല. ഇത് കണ്ടില്ലേ, ഒരു ക്യാപ്റ്റനെ വീസിയും കൊടുത്തു, സേവ് ചെയ്തു, 0 റുപ്പീസിന് ജോയിൻ ചെയ്തു. ഇതിൽ ഫസ്റ്റ് വന്ന് 5000 രൂപയാണ്. പിന്നെ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ 2000, 1000 അങ്ങനെ കുറേ പ്രൈസ് ഉണ്ട്. അതായത് 1 രൂപ കൂടെ കൊടുക്കാതെ വെറുതെ തരുന്ന ഗീവ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഡെയിലി ഇത് കൊടുക്കുന്നുണ്ട്. വിഷനെല്ലാം ഇതുവരെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. നമ്മൾ ഡ്രീം 11നെക്കാട്ടിലും കോമ്പറ്റീഷൻ കുറവാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാൻ സാധിക്കും. സോ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചോയ്സിലും ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതിന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി ഗിവേയും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ എൻട്രി ഫീസ് വളരെ കുറവാണ്. നോർമൽ കോൺടെസ്റ്റുകളെ വെച്ച് ഒരുപാട് കോൺടെസ്റ്റുകൾ എൻട്രി ഫീസ് കുറവായിട്ടാണ് ഇവർ മേടിക്കുന്നത്. 575 രൂപയുടെ കോൺടെസ്റ്റ് 514 രൂപയുള്ളൂ. നിങ്ങളിപ്പോൾ മറ്റേ നമ്മുടെ ഡ്രീം 11 കളിക്കാൻ 575 ഉണ്ട്. അത് പകുതി പൈസ കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് കോൺടെസ്റ്റുകൾ ഇങ്ങനെ എൻട്രി ഫീസ് കുറവായിട്ടാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് എല്ലാ ആപ്ലിക്കേഷൻ്റെയും. ഡൗൺലോഡ് ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും അതുവഴി ചെയ്ത് തന്നെ ക്യാഷ് ബോണസ് ഇട്ട് അപേക്ഷിച്ച് കുറച്ച് കളിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ പ്രോബബിലി 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദിലാണെങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ്, ഡാദെ, മാർക്കം, ദെൻ ഹെൻറിസ് ക്ലേസൻ, നിതീഷ് റെഡ്ഡി, അതുപോലെ തന്നെ അബ്ദുൽ സമദ്, ഷബാസ് അഹമ്മദ്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, ജയദേവ് ഉദനകൻ, ടി നട്രാജൻ, ഇത്രയും പേരാണ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിലുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് മാർക്കേണ്ട വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജയ്സ്വാൾ, ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ദെൻ ഷിരോൺ ഹിറ്റ്മേ, റോമൻ പോൽ, ധ്രുവ് ജുവൽ, രവിചന്ദ്ര അശ്വിൻ, ട്രെൻ ബോൾട്ട്, ആവേശ് ഖാൻ, സന്ദീപ് ശർമ്മ, യുവരേന്ദ്ര ചഹൽ, ഇത്രയും പേരാണ്. ഇതിൽ റിയാൻ പരാഗാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് സന്ദീപ് ശർമ്മയുടെ സ്ഥാനത്തോട്ട്. അതുപോലെ തന്നെ ഓതോ സ്പീക്കായിട്ട് മസ്റ്റ് ആയിട്ട് പിക്ക് ചെയ്യുന്ന 2 പ്ലേയേഴ്സാണ് ഞാൻ പറയുന്നത്, പാറ്റ് കുമിൻസും സഞ്ജു സാംസണും. പിന്നെ അതുപോലെ തന്നെ കീ പ്ലേയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ട്രാവിസ് ഹെഡ്, പാറ്റ് കുമിൻസ്, ദെൻ സഞ്ജു സാംസൺ, യുവരേന്ദ്ര ചഹൽ. നല്ല പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിലെ കുറച്ച് ബാറ്റിംഗ് ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവർ നിങ്ങൾ പിക്ക് ചെയ്യാൻ എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയാനുള്ള അഭിഷേക് ശർമ്മയാണ്. ഓപ്പണറാണ്. റീസെൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ ടോപ്പ് അതായത് ഒരു മാച്ച് റണ്ണിലോട്ട് എത്തിക്കാൻ പുള്ളി സഹായിക്കും. സോ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മസ്റ്റായിട്ട് പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം മാർക്കം, സൗത്ത് ആഫ്രിക്കൻ ഹിറ്റർ, അടിപൊളി ബാറ്റ്സ്മാൻമാരാണ്. മിഡിൽ ഓർഡർ ആണ് ബാറ്റിംഗ് വരുന്നത്. ബട്ട് എന്നാലും നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ചില സമയത്ത് അദ്ദേഹം സ്പിന്നിങ് ചെയ്യാറുണ്ട് കേട്ടോ. then അതുപോലെ തന്നെ ഹെൻറിസ് ക്ലേസൻ ആണ് ഓൾറെഡി വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓർഡറാണ് ബാറ്റിംഗ് വരുന്നത്. സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്തിട്ട് സൺറൈസേഴ്സിൻ്റെ ഒരു നട്ടൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഷബാസ് അഹമ്മദാണ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മെയിൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മുടെ ഷബാസ് അഹമ്മദ്. സോ തീർച്ചയായിട്ടും മിഡിൽ ഓർഡർ ബാറ്റിംഗ് കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ സമദ് ഒരു യങ് ബാറ്റ്സ്മാൻ ആണ്, ലെഫ്റ്റ് ഹാൻഡ് ആണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ചില മത്സരങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹം കളിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ ബോളേഴ്സിൽ നോക്കുമ്പോൾ ഭുവനേശ്വർ കുമാറാണ് സീനിയർ ഫേസ്. അതായത് ഒരുപാട് കാലങ്ങളായി ഇന്ത്യക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ബോളിംഗ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹൈദരാബാദിൻ്റെ മെയിൻ ബോളർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫ്ലോപ്പാണ്. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു കംബാക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ടി നട്രാജൻ
ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ലീഡിങ് വിക്കറ്റ് ടേക്കേഴ്സിൽ ഒരാളാണ് നമ്മുടെ ഹൈദരാബാദ് ടീമിൻ്റെയും. അതുപോലെ തന്നെ IPLത്തെ നമ്മുടെ ഈ ഒരു പർപ്പിൾ ക്യാപ്പിൻ്റെ ഇതിൽ നോക്കുന്ന സമയത്ത് ലീഡിങ് വിക്കറ്റ് ടേക്കേഴ്സിൽ ഒരാളാണ് കേട്ടോ. ദെൻ അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് ഓസ്ട്രേലിയൻ ടീം ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ ഒരു കിടിലൻ ഓൾറൗണ്ടർ ആട്ടോ. ബോളിംഗ് മാത്രമല്ല ബാറ്റിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും. സോ ഇതുവരെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ദെൻ സഞ്ജു സാംസനെ പറ്റി പറയാനുള്ള റീസെൻ്റ് ആയിട്ട് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാ മത്സരങ്ങളിലും വിൻ ആവാനുള്ള മെയിൻ റീസൺ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻസിയും തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കഴിഞ്ഞ മത്സരം നല്ല രീതിയിൽ ടോപ്പ് റൺസ് എടുത്തൊരു വ്യക്തിയായിട്ടോ. അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ ഡേഞ്ചറസ് ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ബാറ്റിംഗ് അതായത് ടോസ് കിട്ടി ഫസ്റ്റ് ബാറ്റിംഗ് ഒക്കെ രാജസ്ഥാൻ റോയൽസ് ചൂസ് ചെയ്താൽ ജോസ് ബട്ട്ലറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു ഇന്നിങ്സ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ദെൻ അതുപോലെ തന്നെ ജയ്സ്വാലും അതുപോലെ തന്നെ ഒരു യങ് പ്ലെയർ ആണ്. ദെൻ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ടോപ്പ് റൺ സ്കോറേഴ്സിൽ ഒരാളാവുന്നു. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾക്ക് കുറച്ച് ഫ്ലോപ്പാണ്. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ പറയാനുള്ളത് റിയാൻ പരാഗിനെ പറ്റിയാണ്. ദെൻ റീസെൻ്റ് ആയിട്ട് കളിച്ചത് അതായത് RRന് വേണ്ടി RRൻ്റെ ഒരു നട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. റീസെൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളിലും നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് റിയാൻ പരാഗ്. ബാറ്റിംഗ് കിട്ടിയ മത്സരങ്ങളൊന്നും അദ്ദേഹം ഇതുവരെ ഫ്ലോപ്പ് ആക്കിയിട്ടില്ല. മിനിമം എല്ലാ മത്സരങ്ങളും ഒരു 30 എബോവ് ആവറേജ് റൺസായിട്ട് അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ ഒരു സ്പിന്നറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. RRൻ്റെ ടോപ്പ് അതായത് RRൻ്റെ വിക്കറ്റ് ഇപ്പോൾ ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ ഒരു 2 വിക്കറ്റൊക്കെ പോകുകയാണെങ്കിൽ രവിചന്ദ്ര അശ്വിനൊക്കെ ഇറക്കി വിടാനുള്ള പോസിബിലിറ്റീസ് ആയാണ്. അതുപോലെ തന്നെ ബൗളിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ഡ്യുവൽ അഡ്വാൻറ്റേജും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ട്രെൻഡ് ബോൾട്ടിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളറാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വന്ന് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കും. ആവേശ് ഖാനും അതുപോലെ തന്നെയാണ് ഡെത്ത് ഓവേഴ്സിൽ ഇവർ ബോൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ നല്ല രീതിയിൽ വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഹൈയാണ്. അതുപോലെ തന്നെ RR വേഴ്സസ് SRH തമ്മിലുള്ള ഫാൻറ്റസി ടിപ്സാണ്. കുറച്ച് ടിപ്സൊക്കെ പറയാൻ പോകുന്നത്. ബാലൻസ് ഈ സ്കീ ഓക്കെ, അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും കൊടുക്കാൻ ശ്രമിക്കുക. സോ അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോം മാറ്റേഴ്സ്, അതായത് റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഫോമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതുകൂടെ ഒന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വെന്യൂ, ഈ ഒരു പിച്ചിനെ പറ്റിയുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഈ ഒരു പിച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ്സ് ഉള്ള ആൾക്കാരിനെ പറ്റിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. then അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ചോയ്സ്, അതാണ് നിങ്ങൾ ഈ ഒരു മാച്ചിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത്. കാരണം ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബട്ട്ലറിനെ കൊടുക്കാം, ദെൻ സഞ്ജുവിനെ കൊടുക്കാം, പാറ്റ് കുമിൻസിനെ കൊടുക്കാം, നട്രാജിനെ കൊടുക്കാം, ഖലാസിനെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് ട്രാവിസ് ഹെഡ് ഉണ്ട്, ഒരുപാട് ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ ആരെ കൊടുക്കുന്നുള്ളൊരു ഉണ്ടല്ലോ, അത് നിങ്ങൾ കറക്റ്റ് അതിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം പക്ക സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഞാൻ എന്തായാലും ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രിഫർ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവുമല്ലോ. ഞാനിവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്ത് തരാം. ഇന്നവരെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഇവരെ കൊടുക്കുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് ഞാൻ ഒന്ന് എടുത്ത് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ നമുക്ക് റീസെൻറ്റ് പെർഫോമൻസ് ഒന്ന് എടുക്കാം. നമ്മുടെ മാച്ച് ഒന്ന് എടുക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരമാണ്. ഓക്കെ, ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ, ക്ലേസൻ, 3 ആളെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഇതിൽ ആരെ ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്കൊരു സേഫ് SL ടീമാണ് വേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ പുള്ളിയുടെ കാര്യം, സന്ദീപ് ശർമ്മ റീസെൻ്റ് ആയിട്ട് കളിക്കുന്ന മത്സരങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോം ആവുന്നുണ്ട്. സോ ഹി വാസ് എ മസ്റ്റ് ബിഗ് വൺ. ഓക്കെ, ഇതിനേപോലെ തന്നെ ബാറ്റിംഗ് അധികം സ്കോർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. സോ നമുക്ക് എന്തായാലും പക്ഷേ ടോപ്പ് ഓർഡർ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണം. നമുക്ക് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ ഇവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് ജയ്സ്വാളിനെ വേണേൽ മേ ബി നിങ്ങൾക്ക് വേണേൽ ഒഴിവാക്കാം. റീസെൻ്റ് ആയിട്ട് ഒരു മത്സരം മാത്രമാണ് അദ്ദേഹം മുംബൈന് അഗെയിൻസ്റ്റ് ആയിട്ട് 104 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു അടിപൊളി മാച്ച് തന്നെ ആയിരുന്നു. സോ അതിന് അപ്പുറം നോക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലോപ്പാണ്. ആകെ 1-2 മത്സരങ്ങളിൽ കയറി വരാറുള്ളൂ, ചില മത്സരങ്ങളിൽ ഫ്ലോപ്പ് ആവുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കത്തിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ ട്രെൻഡ് ബോൾട്ട്, പാറ്റ് കുമിൻസ്, ഇനിയിപ്പോൾ നട്രാജിനെ കൂടെ എടുക്കണമെന്നുണ്ട്. സോ നമുക്ക് ക്രെഡിറ്റ്സും പോയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ശരിക്കും എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്ന കോമൺ ടീമാണ്. നമുക്കിപ്പോൾ ഇതേ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റില്ല. നമുക്ക് റിസ്കി ആയിട്ട് ടോസ് വന്നതിന് ശേഷം റിസ്കി ആയിട്ട് നമുക്ക് തരാൻ പറ്റുള്ളൂ. റിസ്കി ആയിട്ട് നമ്മൾ GL ടീമും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ക്യാപ്റ്റൻസി നമ്മുടെ ജയ്സ്വാളും വൈസ് ക്യാപ്റ്റൻ ഒരുപാട് പേര് ട്രാവിസ് ഹെഡിന് പോകുന്നുണ്ട്. നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫ്ലോപ്പാണ്. എല്ലാവരുടെ മെയിൻ ഉദ്ദേശം ട്രാവിസ് ഹെഡിൻ്റെ ആദ്യം വിക്കറ്റ്സ് എടുക്കാമെന്നായിരിക്കും ബൗളേഴ്സിൻ്റെയൊക്കെ. സോ പെട്ടെന്ന് വിക്കറ്റ് ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്.
ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സേഫ് ആയിട്ടൊരു ക്യാപ്റ്റന് വൈസ് ക്യാപ്റ്റനെ കൊടുക്കാവുന്ന മാർക്കം തന്നെയാണ്. കാരണം മിഡിൽ ഓർഡർ ബാറ്റിംഗ് പ്ലസ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടീം ഒന്ന് നോക്കാം. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, ക്ലേസൻ, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ജയ്സ്വാൾ, ആദ്യം മാർക്കം, റിയാൻ പരാഗ്, പാറ്റ് കുമിൻസ്, റൺ ബോൾട്ട്, സന്ദീപ് ശർമ്മ, ഇത്രയും പേരാണുള്ളത്. ദെൻ ഇതിൽ ക്യാപ്റ്റൻ വി സി സേഫും റിസ്ക് ആയുള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ബട്ട്ലർ ഒരു ക്യാപ്റ്റൻ നല്ലൊരു ചോയ്സാണ്. ദെൻ അതുപോലെ തന്നെ ക്ലേസൻ നല്ലൊരു ക്യാപ്റ്റൻ ചോയ്സാണ്. ദെൻ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ദെൻ റിയാൻ പരാഗ് നല്ലൊരു ഓപ്ഷനാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ആറാറിനാണെങ്കിൽ റിയാൻ പരാഗ് ക്യാപ്റ്റൻസി നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇത്രയും ക്യാപ്റ്റൻസി ഓപ്ഷൻസ് ആണ്. വൈസ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സന്ദീപ് ശർമ്മ, പാറ്റ് കുമിൻസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുക. ജയ്സ്വാൾ ദെൻ ട്രാവിസ് ഹെഡിനൊക്കെ വൈസ് ക്യാപ്റ്റൻ. കാരണം ഇവരൊക്കെ കുറച്ച് പെട്ടെന്ന് ഔട്ട് ആകാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. അധികം വിക്കറ്റ്സ് എടുക്കാൻ മേ ബി ചിലപ്പോൾ എടുക്കാറുള്ളൂ. അങ്ങനത്തെ ഡൗട്ടുള്ള പ്ലെയേഴ്സാണ്. റിസ്ക് നമുക്ക് തീർച്ചയായിട്ടും ബട്ട്ലർ, ക്ലേസൻ, ദെൻ അഭിഷേക് ശർമ്മ, റിയാൻ പരാഗിനെയൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പോയിന്റ്സ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 50 പോയിന്റെങ്കിലും പ്രതീക്ഷിക്കാം. സോ 100 പോയിന്റെങ്കിലും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോയുടെ ടിപ്സും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരുപാട് ടിപ്സ്, ഇത് കൂടാതെ ഒരുപാട് ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.